ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, കാൽവരിക്കുന്നിൻ്റെ നെറുകയിൽ കുരിശാകുന്ന ബലിപീഠത്തിൽ ആദ്യത്തെ കുർബാനയർപ്പണം നടക്കുമ്പോൾ ആദ്യത്തെ ആ തിരുബലിക്ക് ആദ്യമായി ആമേൻ പറഞ്ഞവൾ പരിശുദ്ധ കന്യകാമറിയം. കുരിശാകുന്ന ബലിപീഠത്തിന്മേൽ, ബലിക്കല്ലിന്മേൽ ആദ്യത്തെ തിരുവോസ്തി ചുട്ടെടുക്കപ്പെടുമ്പോൾ ഒഴുകുന്ന മിഴികളോടെ, മിഴിനീരോടെ പരിശുദ്ധ കന്യകാമറിയം അത് നോക്കി നിന്നു. കുരിശിൻ്റെ താഴെ നമുക്കും ഒന്ന് മുട്ടുകുത്താം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ നീറുന്ന നൊമ്പരങ്ങളെ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ഹൃദയത്തിലേക്കും നമുക്കൊന്ന് ആവാഹിച്ചെടുക്കാം. ഹൃദയങ്ങൾ കുതിർന്നു പോകുന്ന വിധം, കരൾ പിടയുന്ന വിധം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കണ്ണുനീര് നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ധാരധാരയായി ഒഴുകി ഇറങ്ങട്ടെ. ഹൃദയം കുതിർന്നു അമ്മേ മരിയേ, നിൻ കണ്ണുനീർ വീണന്റെ ഹൃദയം പിടഞ്ഞു. കാഠിന്യ ശിലയായിരുന്നു ഞാനുടയാത്ത ശിലയായിരുന്നു. കാഠിന്യ ശിലയായിരുന്നു ഞാനുടയാത്ത ശിലയായിരുന്നു. അമ്മേ മരിയേ, നിൻ കണ്ണുനീർ വീണന്റെ ഹൃദയം കുതിർന്നു. അമ്മേ വ്യാകുല മാതാവേ, വ്യാകുലങ്ങളാൽ പിളർക്കപ്പെട്ട നിന്റെ വിമല ഹൃദയം, നിന്റെ ഹൃദയത്തെ കുത്തിനോവിച്ച വാളുകളിലൊന്ന് എൻ്റെ പാപമല്ലേ എന്ന് ഞാൻ തിരിച്ചറിയുന്നു മാതാവേ. നിന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മിഴിനീര് കൊണ്ടെങ്കിലും എൻ്റെ ഹൃദയമൊന്നുരുകട്ടെ. എൻ്റെ കഠിനമായ പാറ പോലെയുള്ള ഹൃദയം, മാനസാന്തരമില്ലാത്ത ഹൃദയം, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ അമ്മേ മാതാവേ, എൻ്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് നിന്റെ മിഴിനീര് നീ ഒഴുക്കണമേ അമ്മേ. ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം അമ്മേ, നിൻ മകൻ ചൂടിയ മുൾക്കിരീടം. ഞാൻ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അമ്മേ, നിൻ മകൻ ചൂടിയ മുൾക്കിരീടം. മുൾമുടി ചൂടിയ മകനെ കാണുമ്പോൾ കണ്ണീരൊഴുക്കിയതല്ലേ. മുൾമുടി ചൂടിയ മകനെ കാണുമ്പോൾ കണ്ണീരൊഴുക്കിയതല്ലേ. അമ്മ എനിക്കായി തേങ്ങിയതല്ലേ. അമ്മേ മരിയേ, നിൻ കണ്ണുനീർ വീണന്റെ ഹൃദയം കുതിർന്നു. അമ്മേ മരിയേ, നിൻ കണ്ണുനീർ വീണന്റെ ഹൃദയം പിടഞ്ഞു. കാഠിന്യ ശിലയായിരുന്നു ഞാനുടയാത്ത ശിലയായിരുന്നു. കാഠിന്യ ശിലയായിരുന്നു ഞാനുടയാത്ത
പരിശുദ്ധ അമ്മയുടെ കണ്ണുനീര് വീണ ഹൃദയത്തോടെ, കണ്ണുനീരിൽ കുതിർന്നടിഞ്ഞൊരു ഹൃദയത്തോടെ അമ്മയോടൊപ്പം നിന്ന് കുരിശിലേക്ക്, ക്രൂശിതനിലേക്ക്, തിരുമുറിവുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. കരങ്ങൾ 2-3 യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി, നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് നോക്കി, നമുക്ക് വേണ്ടി കുരിശിൻ്റെ ഭാരം മുഴുവനും സ്വന്തം തോളല്ലുകളിലേക്ക് ഏറ്റെടുത്ത കർത്താവിൻ്റെ മുറിവുകളിലേക്ക് നോക്കി കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് നമുക്കുമൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അധരം തുറന്ന് യേശുവേ യേശുവേ എന്ന് നമുക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും വിളിക്കുക, സ്വരമുയർത്തി വിളിക്കുക, യേശുവേ യേശുവേ എന്ന് വിളിക്കുക. ഹൃദയം തകർന്ന് വിളിക്കട്ടെ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വിളിക്കട്ടെ, ഹൃദയം തകർന്ന് വിളിക്കട്ടെ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വിളിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് ആവാഹിച്ചെടുക്കാം. ചുട്ടുപഴുത്ത ഹൃദയത്തോടെ കുരിശിന്റെ താളിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന്, ചുട്ടുപഴുക്കുന്ന ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയ്ക്ക് അരികിൽ നിന്നുകൊണ്ട് നമുക്കും കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. വചനമാകുന്ന കർത്താവിന്റെ നാമം വിളിക്കുക, ആദിയിലെ ഉണ്ടായിരുന്ന വചനത്തിന്റെ നാമം വിളിക്കുക, ദൈവത്തോടൊപ്പമായിരുന്ന വചനത്തെ വിളിക്കുക, ദൈവം തന്നെയായ വചനത്തെ വിളിക്കുക, മനുഷ്യാവതാരം ചെയ്ത വചനത്തെ വിളിക്കുക, മാംസരൂപം ധരിച്ച വചനത്തെ വിളിക്കുക. വചനത്താൽ ഞങ്ങളെ നയിക്കണമേ, വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമുഖമായി കർത്താവ് ഈശോ മിശിഹ നമുക്ക് നൽകുന്ന തിരുവചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 12-ാം തിരുവാക്യം. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ്, യേശുനാഥനെയാണ് നമ്മൾ സുവിശേഷങ്ങളിലുടനീളം കാണുവാനായിട്ട് സാധിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, അന്ധനായ യാചകൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥനയും നിലവിളിയും കേട്ട് അവന് സൗഖ്യം കൊടുക്കുന്നു. ബർത്തിമിയോസ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യം വർഷിക്കുന്നു. സമരിയാക്കാർ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കാനാൻകാരി സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ജായിറോസ് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കർത്താവ് ആ പ്രാർത്ഥനകൾ കേൾക്കുന്നു, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. തമ്പുരാന്റെ സന്നിധിയിൽ എന്നും എപ്പോഴും നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2-ാം തിരുവചന സന്ദേശം കർത്താവ് നമുക്ക് നൽകുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവാക്യം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തമ്പുരാന്റെ സന്നിധിയിൽ സജീവമായ ഒരു ബലി നടത്തുന്നതിനെ കുറിച്ച്. എന്താണ് ആ ബലി സമർപ്പണം? വിശുദ്ധമായി നമ്മുടെ ശരീരങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ബലിയാണത്. പ്രലോഭനങ്ങളെ അതിജീവിച്ച്, ജഡത്തിൻ്റെ ദുരാശകളെ അതിജീവിച്ച്, പ്രലോഭനങ്ങൾക്കെല്ലാം അതീതമായ വിശുദ്ധമായൊരു ജീവിതം നയിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ
ബലി സമർപ്പണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നടത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാപനമായി കർത്താവ് ഈശോ മിശിഹ നമുക്ക് നൽകുന്ന തിരുവചനം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 12-ാം തിരുവാക്യം. അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കൊടിയ പീഡനങ്ങളും യാതനകളും മുറിവുകളും സഹനങ്ങളും ഏറ്റുവാങ്ങിയ ദൈവമായ കർത്താവ്. ശോയിൽ സ്നേഹമുള്ളവരെ, ഇത്രയധികം കർത്താവ് സഹിച്ചുവെങ്കിൽ, ഉച്ചി മുതൽ ഉള്ളൻകാൽ വരെയും പിച്ചി ചീന്തപ്പെട്ടുവെങ്കിൽ, ഉഴവുചാൽ തീർക്കപ്പെട്ട രീതിയിൽ മുറിപ്പാടുകൾ സ്വന്തം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അവിടുന്ന് ഏറ്റെടുത്തുവെങ്കിൽ അതിനൊരൊറ്റ കാരണമേയുള്ളൂ. പാപം മൂലം മൃതനായിരുന്ന എന്നെയും നിന്നെയും നിങ്ങളെയും നമ്മളെയും രക്ഷിക്കുക എന്ന ദൗത്യമായിരുന്നു അത്. സ്നേഹത്തെ പ്രതി, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവ് ഏറ്റെടുത്ത മഹത്തായ ത്യാഗവും സഹനവും. ആ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം, കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. കർത്താവിൻ്റെ കുരിശുരൂപത്തിലേക്ക് നോക്കി കുരിശുരൂപത്തെ, ക്രൂശിതനെ മനസ്സിലേക്ക്, മനസ്സിൻ്റെ അകതാരിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമുക്കൊന്ന് യേശുവേ 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 എന്ന് നമുക്കൊന്ന് വിളിക്കാം. കണ്ണുനീരോടെ ഹൃദയം നുറുങ്ങി യേശുവേ യേശുവേ എന്ന് വിളിക്കുക. അധരം തുറന്ന് വിളിക്കുക, സ്വരമുയർത്തി വിളിക്കുക. യേശുവേ 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 യേശുവേ. ഇടതടവില്ലാതെ വിളിക്കട്ടെ, അധരം തുറന്ന് വിളിക്കട്ടെ, സ്വരമുയർത്തി വിളിക്കട്ടെ. ജലധാര പോലെ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് വിളിക്കുക. അധരത്തിൽ കർത്താവിനുള്ള സ്തുതിയുടെ ബലിയൊരുക്കിക്കൊണ്ട് വിളിക്കുക. സ്വരമുയർത്തി വിളിക്കട്ടെ, ഇടതടവില്ലാതെ വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ. കർത്താവിന്റെ കുരിശിലേക്ക് നോക്കി വിളിക്കുക, കർത്താവിന്റെ ക്രൂശിത രൂപം കണ്ടുകൊണ്ട് വിളിക്കുക. എല്ലാ നാവുകളിലും യേശുവിന്റെ നാമം വിളിക്കപ്പെടട്ടെ. എല്ലാ നാവുകളിലും യേശുവിന്റെ നാമത്തിന്റെ ശക്തി വന്ന് നിറയട്ടെ. അനേക മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് തിരുവചനത്തിന്റെ ശക്തിയാൽ, ഭൂദാശകളുടെ ശക്തിയാൽ, അഭിഷിക്തരുടെ കൂട്ടായ്മയുടെ ശക്തിയാൽ, തിരുസഭയുടെ കൂട്ടായ്മയുടെ ശക്തിയാൽ, തിരുശരീര രക്തങ്ങളുടെ ശക്തിയാൽ, കർത്താവിന്റെ സഹനങ്ങളുടെ ശക്തിയാൽ, അവിടുത്തെ മുറിവുകളുടെ ശക്തിയാൽ, മുറിയപ്പെട്ട തിരുഹൃദയത്തിന്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു രക്ഷിക്കാം തമ്പുരാനേ, തമ്പുരാനേ. കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവിന്റെ കരുണ കടന്നു ചെല്ലട്ടെ. എല്ലാ ജീവിതങ്ങളിലേക്കും കർത്താവിന്റെ കരുണ കടന്നു ചെല്ലട്ടെ. എല്ലാ സ്ഥാപനങ്ങളിലേക്കും കർത്താവിന്റെ കരുണ കടന്നു ചെല്ലട്ടെ. ഞങ്ങളുടെ സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വിദ്യാലയങ്ങളെ അനുഗ്രഹിക്കണമേ, ആതുരാലയങ്ങളെ അനുഗ്രഹിക്കണമേ, അനാഥശാലകളെ കർത്താവേ നീ അനുഗ്രഹിക്കണമേ, സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തു
കർത്താവേ, ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയിൽ ഞങ്ങളെ വളർത്തണമേ. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉയർത്തണമേ. പ്രാർത്ഥന കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥനയായി തീരട്ടെ. ഞങ്ങളുടെ അധരങ്ങളിൽ സ്തുതിയുടെ ബലിയൊരുക്കുവാൻ, ഹൃദയം ജലധാര പോലെ കർത്താവിന്റെ തിരുസന്നിധാനത്തിലേക്ക് ചൊരിയുവാൻ ഞങ്ങൾ പ്രാർത്ഥനയായി തീരട്ടെ. ഞങ്ങൾ പ്രാർത്ഥനയായി മാറട്ടെ. യേശുവേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ, ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ തമ്പുരാനേ, തമ്പുരാനേ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉന്നതങ്ങളിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലം വിട്ട് പുറത്തു പോകരുത്. ഉന്നതങ്ങളിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലം വിട്ട് പുറത്തു പോകരുത്. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മളിൽ ഓരോരുത്തരിലും നിറയുവാൻ പ്രാർത്ഥനയുടെ ശാലയാകുന്ന ജെറൂസലമിൽ, പ്രാർത്ഥനയുടെ കൂടാരമാകുന്ന ജെറൂസലമിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട്, ജെറൂസലമാകുന്ന പ്രാർത്ഥനയുടെ കൂടാരത്തിൽ കൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയുവാൻ കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ആത്മാവേ ആത്മാവേ എന്ന് വിളിക്കുക. സ്വരമുയർത്തി വിളിക്കുക. ആത്മാവേ 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ 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 നിറയണമേ. സ്വരമുയർത്തി വിളിച്ചുണരട്ടെ. ആത്മാവേ, സ്വർഗം തുറന്നിറങ്ങി വരും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കൃപയായി നിറയേണമേ. ആത്മാവേ, വരങ്ങൾ വർഷിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ അവിടുത്തെ വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ദാനങ്ങൾ വർഷിക്കുന്ന ആത്മാവേ, അവിടുത്തെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഫലങ്ങൾ വർഷിക്കുന്ന ആത്മാവേ, അവിടുത്തെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വഴി നടത്തണമേ. ആത്മാവേ, ആദിയിലാകാശവും അഞ്ചിത ഭൂതലവും ഉണരും പ്രശാന്ത വേളയിൽ നിറഞ്ഞ ചൈതന്യമേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ. സ്വർഗം തുറന്നിറങ്ങി വരൂ, പുതുമഴയായി പെയ്തിറങ്ങൂ, സ്നേഹന്മാരിൽ ഇറങ്ങിയപ്പോൾ സ്നേഹാഗ്നിയായി പടരൂ. സ്വർഗം തുറന്നിറങ്ങി വരൂ, പുതുമഴയായി പെയ്തിറങ്ങൂ, സ്നേഹന്മാരിൽ ഇറങ്ങിയപ്പോൾ സ്നേഹാഗ്നിയായി പടരൂ. സ്നേഹത്തിന്റെ അഗ്നിമഴ പെയ്യട്ടെ, സൗഖ്യത്തിന്റെ അഗ്നിമഴ പെയ്യട്ടെ, അനുഗ്രഹത്തിന്റെ അഗ്നിമഴ പെയ്യട്ടെ. ഈ ആലയം മുഴുവനും, ഈ സമൂഹം മുഴുവനും, ലോകം മുഴുവനും, തിരുസഭ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അഗ്നിമഴ പെയ്യട്ടെ, അഗ്നിമഴ പെയ്യട്ടെ, അഗ്നിമഴ പെയ്യട്ടെ. ആത്മാവേ, ഫറവോയിൽ നിന്നടിമജനത്തെ രക്ഷിച്ചവനാമാത്മാവേ, മോശയ്ക്കും അഹറോനും പുത്തൻ ജീവൻ നൽകിയൊരാത്മാവേ, ഫറവോയിൽ നിന്നടിമജനത്തെ രക്ഷിച്ചവനാമാത്മാവേ, മോശയ്ക്കും അഹറോനും പുത്തൻ ജീവൻ നൽകിയൊരാത്മാവേ. സ്വർഗം തുറന്നിറങ്ങി വരൂ,
രക്ഷിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവേ സ്വാതന്ത്ര്യമായി, അനുഗ്രഹമായി, സൗഖ്യമായി, വിടുതലായി ഞങ്ങളിലും വന്നു നിറയണമേ, നിറയണമേ, നിറയണമേ ആത്മാവേ. ജോർദാൻ നദിയിൽ വെൺപ്രാവായി പറന്നിറങ്ങിയൊരാത്മാവേ, ദൈവഹിതത്താൽ ക്രൂശു വഹിക്കാൻ ശക്തി പകർന്നൊരാത്മാവേ. ജോർദാൻ നദിയിൽ വെൺപ്രാവായി പറന്നിറങ്ങിയൊരാത്മാവേ, ദൈവഹിതത്താൽ ക്രൂശു വഹിക്കാൻ ശക്തി പകർന്നൊരാത്മാവേ. സ്വർഗം തുറന്നിറങ്ങി വരൂ, പുതുമഴയായി പെയ്തിറങ്ങൂ, സ്നേഹന്മാരിൽ ഇറങ്ങിയപ്പോ സ്നേഹാഗ്നിയായി പടരൂ. സ്വർഗം തുറന്നിറങ്ങി വരൂ, പുതുമഴയായി പെയ്തിറങ്ങൂ, സ്നേഹന്മാരിൽ ഇറങ്ങിയപ്പോ സ്നേഹാഗ്നിയായി പടരൂ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ആത്മാവിനായി ദാഹിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക, സർവശക്തിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിയ, 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 റിയ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. പൂർണ്ണമായും കൊടുക്കുക, പൂർണ്ണമായും സമർപ്പിക്കുക, സമ്പൂർണ്ണമായും വിട്ടുകൊടുക്കുക, പൂർണ്ണമായും സമർപ്പിച്ച് വെളിക്കട്ടെ. ആത്മാവേ, ആത്മാവേ, ആത്മാവിൽ സമർപ്പിക്കുന്നു, സമ്പൂർണ്ണമായും സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെയും സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, എല്ലാ ഭൂഖണ്ഡങ്ങളെയും സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, എല്ലാ രാഷ്ട്രങ്ങളെയും സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, മാതൃരാജ്യത്തെ സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, നിയമപാലകരെ സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, വേദനകളെ സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, രോഗപീഠകളെ സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു, സമ്പൂർണ്ണമായും സമർപ്പിച്ച് ആത്മാവിൽ സമർപ്പിക്കുന്നു. സ്വരമുയർത്തി വിളിക്കട്ടെ. സർവശക്തിയോടെ സ്തുതിക്കുക, പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കുരിശിൽ രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. പാപശാപബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ തിന്മകളും തകർന്നടിയട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ തിന്മകളെ ശാസിക്കുന്നു, തിന്മകളെ ശാസിക്കുന്നു. തിന്മകളെ സമർപ്പിച്ച് യേശുവിലേക്ക് സമർപ്പിച്ച് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവേ, വിടുതൽ നൽകണമേ, എല്ലാ തിന്മകളെയും സമർപ്പിച്ച് വിടുതൽ നൽകണമേ, പൈശാചിക ആക്രമണങ്ങളെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, ഒന്നാം പ്രമാണം ലംഘിക്കുന്നവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, വ്യഭിചാര ആസക്തിയുള്ളവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, ബ്ലൂ ഫിലിം കാണുന്നവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, സ്വയംഭോഗം ചെയ്യുന്നവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, അഹങ്കാരം അസൂയുള്ളവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, മോഹം കോപം കൊതിയുള്ളവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, അലസതയുള്ളവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, ആസക്തിയുള്ളവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, മൂലപാപങ്ങളുള്ളവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, മന്ത്രവാദം നടത്തുന്നവരെ സമർപ്പിച്ച് വിടുതൽ നൽകണമേ, സമ്പൂർണ്ണമായും സമർപ്പിച്ച് വിടുതൽ നൽകണമേ, കുരിശിലേക്ക് നോക്കി വിളിക്കട്ടെ, ക്രൂശിതനെ നോക്കി വിളിക്കട്ടെ. എല്ലാ തിന്മകളെയും ശാസിക്കുന്നു, യേശുനാമത്തിൽ ശാസിക്കുന്നു. പ്രാർത്ഥനയ്ക്കും സൗഖ്യത്തിനും വിടുതലിനും തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മകളെയും യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക്, കുരിശിന്റെ ചുവട്ടിലേക്ക്, നിത്യ നരകാപ്തിയിലേക്ക് ഈ സമയം ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ
ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനേ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും